BJPക്ക് ഇത്തവണ ഏറ്റവും അനുകൂലമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശരിക്കും ശശി തരൂരിനെ വിറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിരുന്നു. അതേ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളായിട്ട് പടർന്നു നിൽക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 67 വാർഡുകളിൽ ജയിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ജയിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് 67 വാർഡുകളിൽ ഒന്നാമതെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ. ഒരിക്കലും നമുക്ക് ലോക്സഭാ ഇലക്ഷനും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ 67 വാർഡുകളിൽ 101 വാർഡുകളിൽ 67 വാർഡുകളിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിന് BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം BJPക്ക് അനുകൂലമായുള്ള അന്തരീക്ഷം ഈ വാർഡുകളിൽ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഒരു തവണയെങ്കിലും ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനുപരിയായിട്ട് 67 വാർഡുകൾ ഒന്നാമതെത്തി ഏതാണ്ട് 30ഓളം വരുന്ന വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്താനും BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. കാരണം നിലവിൽ 35 വാർഡുകളാണ് BJPക്കുള്ളത്. കഴിഞ്ഞ തവണയും 35 വാർഡുകളായിരുന്നു. അതായത് 2015 2020-ലും 2015-ലും BJPക്ക് 35 വാർഡുകൾ വീതമാണ് ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു എക്സ്ട്രാ വോട്ടുകൾ നേടി ഇത്തവണ 50 ക്രോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. 50 മുതൽ 55 ഒക്കെയാണ് BJP ലക്ഷ്യമിടുന്നത്.